ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IDBI ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ റിക്രൂട്ട്മെന്റ് 2025 ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് ഈ വേക്കൻസിക്ക് അപേക്ഷിക്കേണ്ടത്. മാർച്ച് 1 മുതൽ മാർച്ച് 12 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്ത് സഹായിക്കുക. നമുക്ക് ഈ വിജ്ഞാപനത്തിൻ്റെ ഡീറ്റെയിലേക്ക് കടക്കാം. യോഗ്യത, പ്രായപരിധി, ഡേറ്റ് ഓഫ് ടെസ്റ്റ്, നമ്പർ ഓഫ് വേക്കൻസി, ഡിവിഷൻ ചെയ്തിരിക്കുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗ്രാജുവേഷനാണ് ഇതിന് പറയുന്ന ക്വാളിഫിക്കേഷൻ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം ഉണ്ടായിരിക്കണം. ഏജ് പറയുന്നത് 1/3/2025 മിനിമം 20 വയസ്സിനും മാക്സിമം 25 വയസ്സിനും ഉള്ളിലുള്ളവരായിരിക്കണം അപേക്ഷിക്കുന്നത്. ഡേറ്റ് ഓഫ് ഓൺലൈൻ ടെസ്റ്റ് ഏപ്രിൽ 6 ആണ്. 2025 ഏപ്രിൽ 6 ഓൺലൈൻ ടെസ്റ്റ്. നമ്പർ ഓഫ് വേക്കൻസി 650 ആണ്. ഇത് ഡിവിഷൻ ചെയ്തിരിക്കുന്നത് ജനറലിന് 260, SCക്ക് 100, STക്ക് 54, EWCക്ക് 65, OBCക്ക് 171, PWBDക്ക് 26 വേക്കൻസികളാണ് ഇതിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മൊത്തം 650 വേക്കൻസികളാണ് ഉള്ളത്. ഇനി കട്ട് ഓഫ് ഡേറ്റുകളെ കുറിച്ച് നോക്കാം. ഏജിന്റെ കട്ട് ഓഫ് ഡേറ്റ് മാർച്ച് 1, 2025 അതുപോലെ ഓൺലൈൻ രജിസ്ട്രേഷൻ സബ്മിഷൻ അതിന്റെ ഡേറ്റ് മാർച്ച് 1, 2025 മുതൽ മാർച്ച് 12, 2025 വരെയാണ്. അതുപോലെ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യേണ്ട ഡേറ്റും മാർച്ച് 1 മുതൽ മാർച്ച് 12 വരെയാണ്. അതുപോലെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റിന്റെ ഡേറ്റ് ഏപ്രിൽ 6, 2025 ആണ്. ഇനി ഏജ് റിലാക്സേഷൻ വരുന്നത് SC STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും PWBDക്ക് 10 വർഷവും അതുപോലെ എക്സ് സർവീസ്മാന് 5 വർഷവുമാണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ബിരുദമാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതുപോലെ കാൻഡിഡേറ്റ്സ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. റീജിയണൽ ലാംഗ്വേജിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. അത് കേരളത്തിലാകുമ്പോൾ മലയാളം അറിഞ്ഞിരിക്കണം. എഴുതാനും വായിക്കാനും ഗ്രഹിക്കാനുമുള്ള കഴിവുണ്ടായിരിക്കണം മലയാളത്തിൽ. ഇനി സെലക്ഷൻ പ്രോസസ്സാണ്. ഓൺലൈൻ എക്സാമും അതുപോലെ പേഴ്സണൽ ഇൻ്റർവ്യൂവുമാണ് സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഓൺലൈൻ എക്സാമിൻ്റെ സ്ട്രക്ചർ നോക്കാം. ലോജിക്കൽ റീസണിങ്, ഡാറ്റ അനലൈസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. 16 ക്വസ്റ്റ്യൻസ് ആണ്, 16 മാർക്കാണ്. 40 മിനിറ്റ്സ് ആണ് അതിൻ്റെ ടൈം. അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം മാർക്ക് 40 ആണ്. 20 മിനിറ്റ്സ് ആണ് അതിൻ്റെ ടൈം. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് 40 മാർക്സ്, 35 മിനിറ്റ്സ് ആണ് അതിൻ്റെ ടൈം. അടുത്തത് ജനറൽ അല്ലെങ്കിൽ ഇക്കോണമി അല്ലെങ്കിൽ ബാങ്കിങ് ആൻസേഴ്സ് 60 ക്വസ്റ്റ്യൻസ് ആണ്, 60 മാർക്സ് ആണ്, 25 മിനിറ്റ്സ് ആണ് അതിൻ്റെ ടൈം. ഇതാണ് ഈ ഓൺലൈൻ ടെസ്റ്റിൻ്റെ സ്ട്രക്ചർ. കേരളത്തിൽ മൊത്തം 10 പരീക്ഷാ സെൻ്ററുകളുണ്ട്. ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിങ്ങനെയാണ് 10 പരീക്ഷാ കേന്ദ്രങ്ങൾ. ഈ വിജ്ഞാപന പ്രകാരം ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. SC ST PWBDക്ക് ഉള്ളി ഇൻറ്റിമേഷൻ ചാർജ് മാത്രമേ ഉള്ളൂ, 250 രൂപ. ജനറലിന് OBCക്കും എല്ലാം 1050 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അത് അടയ്ക്കേണ്ടത് 1 മാർച്ച് 2025 മുതൽ 12 മാർച്ച് 2025 വരെയാണ് ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യാനുള്ള ടൈം. ഇനി അപേക്ഷിക്കേണ്ട വിധം. അപേക്ഷിക്കേണ്ട ഡേറ്റ് 1/3/2025 മുതൽ 12/3/2025 വരെയാണ് അപേക്ഷിക്കേണ്ട ഡേറ്റ്. ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യേണ്ട രീതി കാൻഡിഡേറ്റ്സ് ടു വിസിറ്റ് IDB ബാങ്ക്സ് വെബ്സൈറ്റ് www.idbbank.in to open the link recruitment for IDBI PGDBF 2025-26 and then click on the open apply online with will open new screen. To register application, choose the tab, click here for new registration and enter name, contact details and email ID. A personal registration number and password will be generated by the system and displayed on the screen. ആപ്ലിക്കേഷൻ പ്രോസസ് പൂർത്തിയാക്കി കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ്റെയും പേയ്മെൻറ്റ് റെസിപ്റ്റിൻ്റെയും കോപ്പി എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അത് പേഴ്സണൽ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോഗ്രാഫ്സ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷന്, അതുപോലെ ഹാൻഡ് റിട്ടേണിൻ്റെ ഡിക്ലറേഷൻ എന്നിവയുടെയൊക്കെ ഫയൽ നെയിമും സൈസും ഒക്കെ കൃത്യമായി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ആയതിനാൽ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. എക്സാം, ഇൻ്റർവ്യൂ, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എന്നിവയിൽ പാസ്സാകുന്ന കാൻഡിഡേറ്റ്സിന് 1 വർഷക്കാലം ട്രെയിനിങ് ആൻഡ് ഇൻറ്റേൺഷിപ്പ് പീരീഡ് ആയിരിക്കും. അതിനുശേഷം മാത്രമേ ജൂനിയർ അസിസ്റ്റന്റ് മാനേജറായി അപ്പോയിൻമെന്റ് ലഭിക്കുകയുള്ളൂ. അപ്പോയിൻമെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ വാർഷിക ശമ്പളമായി 6,14,000 രൂപ മുതൽ 6,50,000 രൂപ വരെ ലഭിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ
ഈ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. ഇത്രയുമാണ് ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും നല്ല ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.